ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളി, മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണം, സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം റദ്ദ് ചെയ്യണം, സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. രണ്ടാം ബലാത്സംഗ കേസിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് റദ്ദ് ചെയ്യണമെന്നാണ് സർക്കാർ ആവശ്യം. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും ഹർജിയിൽ പറയുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവിലെ ചില ഗുരുതരമായ പരാമർശങ്ങൾ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി നടപടിയിലേക്ക് സർക്കാർ കടന്നത്. PCC അധ്യക്ഷന് ലഭിച്ച പരാതിയിൽ പറയാത്ത കാര്യങ്ങൾ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് എന്നതടക്കമുള്ള വൈരുദ്ധ്യങ്ങളാണ് വിധിയിൽ വന്നത്. ഈ വിധി പകർപ്പ് പുറത്തുവന്നതോടെ കേസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർന്നുള്ള നിയമ നടപടികളിൽ ഇത് പ്രധാന വാദങ്ങളായി ഉയർന്നുവരുവാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ വിലയിരുത്തുന്നു. രണ്ടാമത്തെ FIRന്റെ മുന്നോട്ടുപോക്കിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഇതിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസ് ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം. സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് കർക്കദൂമ കോടതി ജാമ്യം അനുവദിച്ചത്. ഈ മാസം 16 മുതൽ 29 വരെയാണ് ജാമ്യം. 29 വൈകുന്നേരം ഉമർ ഖാലിദ് കീഴടങ്ങണം. സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുവാനോ സാക്ഷികളെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്നാണ് കോടതി നിർദ്ദേശം. കുടുംബാംഗങ്ങളെ കാണുവാൻ മാത്രമേ ഉമർ ഖാലിദിന് അനുവാദമുള്ളൂ. നേരത്തെ സുപ്രീംകോടതിയിൽ ഉമർ ഖാലിദിന്റെ ജാമ്യത്തെ ഡൽഹി പോലീസ് എതിർത്തിരുന്നു. എന്നാൽ തങ്ങൾ നിരപരാധികളാണെന്നും ജാമ്യം അനുവദിക്കണമെന്നും ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ വാദിച്ചു. താൻ വർഗീയ പരാമർശം നടത്തിയെന്ന ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണം തെറ്റാണെന്നും ഉമർ ഖാലിദ് വാദിച്ചു. അക്രമത്തെ അഹിംസ കൊണ്ടും വെറുപ്പിനെ സ്നേഹം കൊണ്ടും നേരിടും എന്നാണ് ഉമർ ഖാലിദ് പ്രസംഗത്തിൽ പരാമർശിച്ചതെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീംകോടതിയിൽ പറഞ്ഞിരുന്നു. പാലക്കാട് വീണ്ടും സജീവമാകുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലെത്തി. ബലാത്സംഗ കേസുകളിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലെത്തി. പാലക്കാട് കുന്നത്തൂർമൂട് ബൂത്തിലെത്തി വോട്ട് ചെയ്തതിന് ശേഷമാണ് MLA ഓഫീസിലെത്തിയത്. 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം മണ്ഡലത്തിലെത്തുന്നത്. പറയുവാനുള്ളത് കോടതിയിൽ പറയുമെന്നും കോടതി തീരുമാനിക്കട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. സത്യം ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. അതേസമയം പ്രദേശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂക്കുവിളിയും പ്രതിഷേധവും ഉണ്ടായി. മാങ്കൂട്ടത്തിലിന്റെ കാർ തടഞ്ഞ് CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചു. നവംബർ 27-ന് യുവതി തെളിവുകൾ സഹിതം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് രാഹുൽ ഒളിവിൽ പോയത്. പിന്നാലെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചെന്നും ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളിയായ 23-കാരിയും രാഹുലിനെതിരെ പരാതി നൽകുകയായിരുന്നു. പാഠപുസ്തകങ്ങളുടെ വലുപ്പം കുറയ്ക്കണം. അടുത്ത വർഷം 1 മുതൽ 10 വരെയുള്ള കുട്ടികളുടെ പാഠപുസ്തകങ്ങളുടെ വലുപ്പം കുറയ്ക്കും മന്ത്രി V ശിവൻകുട്ടി. സംസ്ഥാനത്തെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളുടെ വലുപ്പം കുറയ്ക്കണമെന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. അടുത്ത വർഷം മുതൽ 1 മുതൽ 10 വരെയുള്ള കുട്ടികളുടെ പാഠപുസ്തകങ്ങളുടെ വലുപ്പം കുറയ്ക്കും. പരീക്ഷാ സമ്പ്രദായത്തിന് മാറ്റം വരണം എന്ന അഭിപ്രായമുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പ്രവേശന പരീക്ഷ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനെതിരാണ്. ഒരു കാരണവശാലും നടത്താൻ പാടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമാണെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രസ്താവന അപഹാസ്യവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് മന്ത്രി പറഞ്ഞു. ഉയർന്നുവന്ന പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും ഗൂഢാലോചനയുണ്ടെന്നും പറയുന്നത് കുറ്റങ്ങളെ വെള്ളപൂശുവാനുള്ള പാഴ്ശ്രമമാണ്. നിയമത്തിനു മുൻപ് എല്ലാവരും തുല്യരാണ്. ഒരു പരാതി ലഭിച്ചാൽ അത് അന്വേഷിക്കുക എന്നത് ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഉത്തരവാദിത്തമാണ്. അതിനെ ഗൂഢാലോചനയായി ചിത്രീകരിക്കുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. SIR സമയപരിധി നീട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലും ബംഗാളിലും മാറ്റമില്ല. രാജ്യത്തെ SIR സമയപരിധി നീട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് സമയം നീട്ടിയത്. തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ ഡിസംബർ 19 വരെയും മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിൽ ഡിസംബർ 18 വരെയും ഉത്തർപ്രദേശിൽ ഡിസംബർ 31 വരെയുമാണ് സമയപരിധി നീട്ടിയത്. കേരളത്തിലും ബംഗാളിലും മാറ്റമില്ല. കേരളത്തിലെ SIR നടപടികൾ നേരത്തെ നീട്ടിയിരുന്നു. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുവാനുള്ള തീയതി ഡിസംബർ 18 വരെയാണ് നീട്ടിയത്. അന്തിമ പട്ടിക ഫെബ്രുവരി 21-നാണ് പ്രസിദ്ധീകരിക്കുക. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.
പാലക്കാട് UDF സ്ഥാനാർത്ഥിയെ വീട് കയറി ആക്രമിച്ചു. CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. കുഞ്ഞിന്റെ മാല മോഷ്ടിച്ചെന്നും FIR. പാലക്കാട് വണ്ടാഴിയിൽ UDF സ്ഥാനാർത്ഥിയെ വീട് കയറി ആക്രമിച്ചെന്ന പരാതിയിൽ CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ്. മംഗലം ഡാമിലെ CPIM പ്രവർത്തകരായ സുബിൻ, രോഹിത്, ഇബ്നു സെയ്ദ് എന്നിവരാണ് പ്രതികൾ. 3 പ്രതികളും മാരകായുധങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ കയറി അതിക്രമം നടത്തിയെന്ന് FIR. വീട്ടിൽ കയറി സ്ത്രീകളെ ആക്രമിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും FIRൽ പറയുന്നു. കുഞ്ഞിന്റെ കഴുത്തിലെ മാല മോഷ്ടിച്ചെന്നും FIRൽ പറയുന്നുണ്ട്. വണ്ടാഴി പഞ്ചായത്ത് കിഴക്കേത്തറ 11ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി സജിത വിപിനെയാണ് ആക്രമിച്ചതെന്നാണ് പരാതി. കോട്ടയത്ത് സ്കൂളിൽ കയറി അധ്യാപികയെ ആക്രമിച്ച സംഭവം ഭർത്താവ് അറസ്റ്റിൽ. കോട്ടയം പൂവത്തുംമൂട്ടിൽ സ്കൂളിൽ കയറി അധ്യാപികയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. കുഞ്ഞുമോൻ എന്നയാളെയാണ് പാമ്പാടിയിൽ നിന്നും പോലീസ് പിടികൂടിയത്. ഇന്നലെ രാവിലെ 10:30യോടെയാണ് പേരൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഭവം നടന്നത്. ഡോണിയ എന്ന അധ്യാപികയെ ഭർത്താവ് കൊച്ചുമോൻ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ക്ലാസ്സിൽ നിന്നും അധ്യാപികയെ വിളിച്ചിറക്കി ഓഫീസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയാണ് കുത്തിയത്. കഴുത്തിൽ കുത്തേറ്റ അധ്യാപിക ക്ലാസ്സിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടിക്കയറി. തുടർന്ന് പ്രധാനാധ്യാപികയും മറ്റ് സ്റ്റാഫുകളും ചേർന്ന് ഇയാളെ പിടിച്ചുമാറ്റുകയായിരുന്നു. സംഭവശേഷം സ്ഥലത്തു നിന്നും ഉടൻ തന്നെ കുഞ്ഞുമോൻ ഒളിവിൽ പോയിരുന്നു. കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. പരപുരുഷ ബന്ധം ആരോപിച്ച് ഇയാൾ നിരന്തരമായി ഡോണിയയെ മർദ്ദിച്ചിരുന്നു. തുടർന്ന് അടുത്തിടെ മറ്റൊരു ഹോസ്റ്റലിലേക്ക് ഡോണിയ മാറി താമസിക്കുകയായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.